സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സൗരയൂഥത്തിന് പുറത്ത് ഗ്ലിസ് 12b എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ സ്പേസ് ഏജൻസി ഏതാണ്? നാസയാണ് സൗരയൂഥത്തിന് പുറത്ത് ഗ്ലിസ് 12b എന്ന ഗ്രഹത്തിന്റെ പേര് ഗ്ലിസ് 12b കണ്ടെത്തിയത് നാസ. മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള 2024 പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ന്യൂയോർക്ക് ടൈംസ്. മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള 2024 പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചത് ന്യൂയോർക്ക് ടൈംസ്. DRDO ചെയർമാൻ സമീർ വി കമത്താണ് DRDO ചെയർമാൻ. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം 2024 ലഭിച്ച സംഗീത സംവിധായകനാണ് ജെറി അമൽദേവ്. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം 2024 ലഭിച്ച സംഗീത സംവിധായകനാണ് ജെറി അമൽദേവ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നേടിയത് ഡെന്നി തോമസ് വട്ടക്കുന്നേലാണ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നേടിയത് ഡെന്നി തോമസ് വട്ടക്കുന്നേൽ. അടുത്തിടെ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജ രവിവർമ്മ വരച്ച ചിത്രം ഏതാണ്? മോഹിനി. ചിത്രത്തിന്റെ പേര് മോഹിനി. 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജ രവിവർമ്മ ചിത്രമാണ് മോഹിനി. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറിയത് കേരളമാണ്. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയത് കേരളം. കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കഴിയുന്ന കെൽട്രോണിന്റെ പ്രതിരോധ സംവിധാനമാണ് മാരിച്ച്. കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കഴിയുന്ന കെൽട്രോണിന്റെ പ്രതിരോധ സംവിധാനമാണ് മാരിച്ച്. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോളായ താംജ ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്നത് മെക്സിക്കോ. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരൻ. 2024 മെയ് 4 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് ഹമീദ ബാനു. 2024 മെയ് 4 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് ഹമീദ ബാനു. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ധരംശാലയാണ്, ഹിമാചൽ പ്രദേശില്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ധരംശാല, ഹിമാചൽ പ്രദേശ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദാണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. 2024 പുറത്തുവിട്ട വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്തിടെ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യം ജർമ്മനിയാണ്. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി. ഉത്തേജക പരിശോധനയ്ക്ക് തയ്യാറായില്ല എന്ന കാരണത്താൽ ലോക ഗുസ്തി സംഘടനയുടെ ആഗോള വിലക്ക് ലഭിച്ച ഇന്ത്യൻ ഗുസ്തി താരമാണ് ബജ്രംഗ് പുനിയ. ഉത്തേജക പരിശോധനയ്ക്ക് തയ്യാറായില്ല എന്ന കാരണത്താൽ ലോക ഗുസ്തി സംഘടനയുടെ ആഗോള വിലക്ക് ലഭിച്ച ഇന്ത്യൻ ഗുസ്തി താരം ബജ്രംഗ് പുനിയ. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. 2024 സോളാർ എനർജി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം
3 2024 സോളാർ എനർജി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3. 2024 ലോക ദേശാടന പക്ഷി ദിനങ്ങളായിട്ട് ആചരിക്കുന്ന ദിവസങ്ങൾ 2024 മെയ് 11 2024 ഒക്ടോബർ 12 ലോക ദേശാടന പക്ഷി ദിനങ്ങളായിട്ട് ആചരിക്കുന്ന ദിവസങ്ങളാണ് മെയ് മാസം 11 അതുപോലെ ഒക്ടോബർ 12 2024. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായി ആണ്. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായി. 2024 പയ്യന്നൂർ കഥകളി അരങ്ങിന്റെ കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാര ജേതാവ് കോട്ടയ്ക്കൽ ദേവദാസ്. 2024 പയ്യന്നൂർ കഥകളി അരങ്ങിന്റെ കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാര ജേതാവ് ആരാണ്? കോട്ടയ്ക്കൽ ദേവദാസ് ആണ്. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ്. GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്ര. 4ാമത് ലോക കേരള സഭയുടെ വേദി. 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണം മികവിനുള്ള അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിനാണ്. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. പൊതുവിതരണ സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയിലൂടെ ആധുനികവൽക്കരണത്തിനും പരിഷ്കരണത്തിനുമുള്ള കേന്ദ്ര പദ്ധതിയാണ് സ്മാർട്ട് PDS എന്നത്. പൊതുവിതരണ സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയിലൂടെ ആധുനികവൽക്കരണത്തിനും പരിഷ്കരണത്തിനുമുള്ള കേന്ദ്ര പദ്ധതിയാണ് സ്മാർട്ട് PDS. 2024 ഏപ്രിലിൽ അന്തരിച്ച PG ജോർജ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ ആണ്. ഫുട്ബോൾ. 2024 ഏപ്രിലിൽ അന്തരിച്ച PG ജോർജ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ലോകത്തിൽ ആദ്യമായി ചന്ദ്രന്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈനയാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ചന്ദ്രന്റെ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂട് കൂടിയ വർഷം 2023 ആണ്. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂട് കൂടിയ വർഷം 2023. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം എന്താണ്? കൊറോണൽ മാസ് ഇജക്ഷൻ ആണ്. കൊറോണൽ മാസ് ഇജക്ഷൻ. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസമാണ് കൊറോണൽ മാസ് ഇജക്ഷൻ. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖം കാങ്കേശൻ തുറൈ തുറമുഖം. കാങ്കേശൻ തുറൈ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖമാണ് കാങ്കേശൻ തുറൈ തുറമുഖം. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭ വർമ്മയ്ക്കാണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് പ്രഭ വർമ്മ. ദോഹ ഡയമണ്ട് ലീഗ് 2024 ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം ലഭിച്ചത് നീരജ് ചോപ്ര. 1ാം സ്ഥാനം ലഭിച്ചത് ജാക്കോബ് വാൾഡച്ച്, ചെക്ക് റിപ്പബ്ലിക്കൻ താരം. നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനമാണ് ലഭിച്ചത്. 1ാം സ്ഥാനം ലഭിച്ചത് ജാക്കോബ് വാൾഡച്ച്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ്
കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തിടെ പ്രകാശനം ചെയ്ത ക്വാണ്ടം ബോഡി ദി ന്യൂ സയൻസ് ഓഫ് ലീവിംഗ് എ ലോങ്ങർ ഹെൽത്തിയർ മോർ വൈറ്റൽ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് ദീപക് ചോപ്രയാണ്. അടുത്തിടെ പ്രകാശനം ചെയ്ത ക്വാണ്ടം ബോഡി ദി ന്യൂ സയൻസ് ഓഫ് ലീവിംഗ് എ ലോങ്ങർ ഹെൽത്തിയർ മോർ വൈറ്റൽ ലൈഫ് എന്ന പുസ്തകം ദീപക് ചോപ്ര. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റിത ശർപ്പയാണ്. കാമി റിത ശർപ്പ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊട്ടാരക്കര ഭദ്ര കഥകളിയാണ്. കഥകളി. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം 2023 ജേതാവ് PN ഗോപി കൃഷ്ണനാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം 2023 ജേതാവ് PN ഗോപി കൃഷ്ണൻ. SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം 2024 അർഹനായത് KP രാമനുണ്ണിയാണ്. KP രാമനുണ്ണി. SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം 2024 അർഹനായത് KP രാമനുണ്ണി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സാണ് MPhil. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ് MPhil. ഇന്ത്യയുടെ 85ാമത് ഗ്രാൻഡ് മാസ്റ്റർ P ശ്യാം നിഖിലാണ്. ഇന്ത്യയുടെ 85ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? P ശ്യാം നിഖിൽ. ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനിക ബത്ര. ടേബിൾ ടെന്നീസ് ലോക റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനിക ബത്ര. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യ. അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ലി വർഗത്തിൽപ്പെട്ട സസ്യം എംബ്ലിക്ക ചക്രബർത്തിയ. എംബ്ലിക്ക ചക്രബർത്തിയ. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? ധ്വനിപ്രയാണം M ലീലാവതിയുടെ ആത്മകഥയാണ്. M ലീലാവതി. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്ത. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ചിരി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ചിരി. അവസാനത്തെ ചോദ്യം. അടുത്തിടെ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച COVID-19 വൈറസിന് സമാനമായ വൈറസ് രോഗമാണ് MERS. അടുത്തിടെ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച COVID-19 വൈറസിന് സമാനമായ വൈറസ് രോഗമാണ് MERS. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.